നമ്മളിപ്പം ഓർഫനേജിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. അപ്പം ദത്തെടുത്ത് കഴിയുമ്പോഴത്തേന് അവർക്കുണ്ടാകുന്ന മെഡിക്കൽ ഇഷ്യൂസ്, എക്സ്പെൻസസ്, അപ്പോൾ അത് ഗവൺമെൻറ് പോളിസീസ് എന്തെങ്കിലും അതിനുണ്ടോ, അതോ നമ്മൾ തന്നെയാണോ അതിൻ്റെ കാര്യങ്ങൾ? നമുക്ക് ആ സമയത്ത് ഇൻഷുറൻസ് ഇല്ല, എല്ലാം നമ്മുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. പിന്നെ എഗെയിൻ ഞാൻ പറയട്ടെ, എൻ്റെ ഒരു സ്റ്റോറി പറയുവാണെങ്കിൽ, ഈ 2 കുട്ടികളിൽ പ്രത്യേകിച്ചും എൻ്റെ ഇളയ മകൾ, ഏറ്റവും ഇളയ ആൾ, അവളൊരുപാട് ഡിസേബിൾഡാണ്. പിന്നീട് അവളൊരു 4-5 വയസ്സായപ്പോഴാണ് ഞങ്ങൾ അറിയുന്ന ഒരു കണ്ണിന് കാഴ്ചയില്ലെന്നും 2 ചെവിക്കും കേൾവി ഓൾമോസ്റ്റ് 30% ഉള്ളൂ. അപ്പം ഇതൊക്കെ നമ്മൾ, കാരണം അവൾ വളരെ നോർമലാണ്. പിന്നെ ഈ കാല് ഒന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അവളുടെ സ്റ്റംപ് ലെഗിൽ അവൾ ഓടുന്നുണ്ട്. അവൾ ഭയങ്കര ഇൻ്റലിജൻ്റാണ്. അവൾ അങ്ങനെ ആയതുകൊണ്ട്, പക്ഷേ നമ്മൾ അന്നേരം ഇങ്ങനത്തെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഇത്രയും സർജറി ചെയ്തു എല്ലാം നമ്മൾ എക്സ്പെൻസസ് നമ്മുടെ കയ്യിൽ നിന്നാണ്. പക്ഷേ ഞങ്ങൾ രണ്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞങ്ങൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും വർഷങ്ങളായിട്ട് ഇവരാ ഞങ്ങളുടെ കൂടെ ഉള്ളതിന് ഒരു എക്സ്പെൻസും ദൈവം ഞങ്ങൾക്ക് തരാതിരുന്നിട്ടില്ല. അതായത് മിറാക്കുലസ് ആയിട്ട് ഇപ്പോൾ ഞങ്ങളൊരു സർജറിക്ക് പോകുന്നു, സർജറിക്ക് പോയി, സർജറി കഴിഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നുകിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചോ അല്ലെങ്കിൽ എന്തോ ഞങ്ങൾ പേ ചെയ്തു, വീട്ടിലെത്തി 10 മിനിറ്റിനകം ഏതേലും ലോകത്തുള്ള ഏതേലും അറിയാത്തൊരാളോ അല്ലെങ്കിൽ ഏതേലും ഒരു ഫ്രണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി നിനക്ക് ഇത്ര ഒരു എമൗണ്ട് തരണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. എന്തുകൊണ്ടാണെന്ന് അവർക്കും അറിയില്ല, ഞങ്ങൾ സർജറി ചെയ്യുന്നൊന്നും അവർക്കറിയില്ല. അങ്ങനെ ഒരു പ്രൊവിഷൻ ഞങ്ങൾക്ക് അമേസിങ് ആയിട്ട്. തീർച്ചയായിട്ടും ആ ഒരു സംഭവം നമ്മൾ ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ദൈവം അതിനെ എനിക്ക് എപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം, ദൈവം പറഞ്ഞത്, ഞാനിപ്പോൾ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അടുക്ക പേരൻസ് ആണോ ചോദിച്ചപ്പോൾ, നിങ്ങളോ പ്രയാസത്തിൽ കൂടെ കഴിയുന്നു, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി, അപ്പോൾ ഇങ്ങനെ 2 പിള്ളേരും കൂടെ എടുത്തിട്ട് എങ്ങനെ? ആ സമയത്ത് ദൈവം കാണിച്ചു, അവരുടെ കാര്യം നീ അറിയേണ്ട കാര്യം, അതെൻ്റെ മക്കളാണ്, അവരുടെ കാര്യം, അവരുടെ ചിലവ് നീ അറിയേണ്ട കാര്യമില്ല, ഞാൻ തന്നിരിക്കും. ആൻഡ് അങ്ങനെ തന്നെ തീർച്ചയായിട്ടും അത് വളരെ ഒരു എൻകറേജിങ് എന്ന് പറഞ്ഞാൽ, ശരിക്കും ദൈവം നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല എന്ന് ഓർക്കുന്നു, എന്നാൽ ദൈവമാണ് അവരുടെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. സോ ദൈവമാണ് നമ്മളെ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്തതെന്ന് പറഞ്ഞു. കുറേ ആളുകൾക്ക് ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ 2 പേരുടെ സ്റ്റോറി കേട്ടിട്ട് പലരും ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തു. വാട്ട് വാസ് എ പോസിറ്റീവ് സ്റ്റോറി ആൻഡ് എന്താണ് മറ്റുള്ള അഡോപ്റ്റ് ചെയ്യാൻ പോകുന്ന പേരൻസിനോടുള്ളൊരു സന്ദേശം? ഇപ്പോൾ ഒരുപാട് പേര് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുടെ മനസ്സിലുണ്ട് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള, പക്ഷേ അവർക്കൊരു റോൾ മോഡലില്ല. ഒരു ഫാമിലി അഡോപ്റ്റ്, ഇപ്പം ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അഡോപ്റ്റ് ചെയ്ത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഓക്കെ, ദിസ് ഈസ് ഓക്കെ എന്ന് തോന്നിയത്, ഇറ്റ്സ് ഫൈൻ എന്നുള്ള ഒരു, അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് അവർ പരിചയമായി കഴിഞ്ഞാൽ ഒരുപാട് പേര് അഡോപ്റ്റ് ചെയ്യും. അത്രയും മാത്രം മതി അവർക്ക്. അവർക്കൊരു ഫാമിലി അവർ കണ്ട്, അവർ പരിചയപ്പെട്ട്, അവരുടെ ഒരു ഡെയിലി ലൈഫും അവർ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അവരുടെ ഫിയർ ഉള്ളത് മാറും. ഒന്ന്. രണ്ടാമത്, ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ ബയോളജിക്കൽ കുട്ടിയെ വളർത്തുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമാണ് അഡോപ്റ്റഡ് കുട്ടി. കാരണം എങ്ങനെയൊക്കെ പോയാൽ, ഇപ്പം നമ്മുടെ 2ാമത്തെ കുട്ടി വരുമ്പോൾ അവൾക്ക് 6 മാസം പ്രായമേ ഉള്ളവർക്ക് അങ്ങനെ മെമ്മറീസ് ആയിട്ടില്ല, പക്ഷേ ഡെഫിനറ്റായിട്ടും അവൾക്ക് കുറച്ച് ട്രോമ ഉണ്ട്, ഏർലി അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്. അവളെ ക്രിബിൽ നിന്ന് അവരെടുത്ത്, അങ്ങനെ ഒരു ശീലമില്ലായിരുന്നു, ക്രിബിൽ നിന്ന് ആൾക്കാരില്ലായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ചലഞ്ചസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് കുഞ്ഞുങ്ങൾ ഉള്ളിടത്ത്, എസ്പെഷ്യലി ശിശു കേന്ദ്രമൊക്കെ ഇങ്ങനെ എടുത്ത് തട്ടുക, അതൊന്നും അങ്ങനെ അധികം ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഇവൾക്ക് ഈ മുറുകെ സൗണ്ട് പോയിട്ട് ന്യൂമോണിയ ഇൻഫെക്ഷൻ ആയിട്ട്. അപ്പോൾ അവള് അങ്ങനെ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക്, ഈ കുട്ടിക്ക് മെമ്മറീസ് ഇല്ല, പ്രീവിയസ് ആളെ കുറിച്ച് മെമ്മറീസ് ഇല്ല, പക്ഷെ നമ്മളുള്ള, പക്ഷേ അവളുടെ റിയാലിറ്റി അവൾ അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റോറി ബുക്സ് ഉണ്ട്, പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക് അവരോട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പം വൺ തിങ് ഈസ് സ്റ്റോറി ബുക്സ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്ന ത്രൂ സ്റ്റോറി ബുക്സ് ആണല്ലോ. അപ്പോൾ അത് നമുക്ക് കാണാം, ഈ അഡോപ്ഷൻ സ്റ്റോറി ബുക്സ്, അഡോപ്ഷൻ കിഡ് സ്റ്റോറി ബുക്സ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി ബുക്ക് എടുത്തിട്ട് ഒരു കാങ്കറു മമ്മി, അതിന് കുഞ്ഞുങ്ങളില്ലാതെ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടക്കുന്ന, അവസാനം ഒരു മരത്തിൻ്റെ അടിയിൽ പോയി കിടന്ന് ഉറങ്ങുന്നു. അവിടെ അതിൻ്റെ മേളിൽ ഒരു നെസ്റ്റിനകത്ത്
ബേർഡിൻ്റെ കിളിക്കൂട്ടിനകത്ത് ഒരു മുട്ടകൾ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന് വിരിഞ്ഞു, രണ്ട് വിരിഞ്ഞു, അഞ്ചാമത്തെ വിരിയുമ്പം പിന്നെ ഇതിനകത്ത് സ്ഥലമില്ല. അപ്പോൾ അപ്പം അതിന് അപ്പോഴത്തേക്ക് ആ അഞ്ചാമത്തെ വിരിഞ്ഞ കുഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് പുറത്ത് വന്നപ്പോഴത്തേക്ക് മറിഞ്ഞ് അപ്പുറത്തോട്ട് അങ്ങ് വീഴുന്നത് ഈ കാങ്കരയുടെ മടിയിലോട്ടാണ്. അപ്പം മേളിൽ നമ്മക്കിളി പറയുന്നുണ്ട്, എൻ്റെ കിളിക്കൂട്ടി സ്ഥലമില്ല, മമ്മി കാങ്കറു എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോളാവോ? അപ്പം മമ്മി കാങ്കറു പറയുകയാണ്, അയ്യോ സന്തോഷത്തോടെ ഞാൻ നോക്കിക്കോളാമല്ലോ, ഞാൻ വളർത്തിക്കോളാമല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന കഥ മൊത്തം ഇവർ രണ്ടുപേരും കൂടെ കളിക്കുന്ന കളികളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ സ്റ്റോറി ഇവളോട് പറയുന്നു, അവളോട് ഇതെല്ലാം പറയുന്നു. എന്നിട്ട് ഞാൻ പതുക്കെ അവളോട് പറഞ്ഞു, കുഞ്ഞു ഇങ്ങനെയാണ്, കുഞ്ഞുണ്ടായത് മമ്മിയുടെ ടമ്മിയിലല്ല. അപ്പോൾ അവൾ ഓക്കെ. അപ്പോൾ അന്ന് അവൾക്ക് ജസ്റ്റ് 1-2 വയസ്സേ ഉള്ളൂ, ജസ്റ്റ് കഥയൊക്കെ മനസ്സിലാവുന്ന പ്രായമുള്ളൂ. ഏറ്റവും കുഞ്ഞു പ്രായം തൊട്ട് ഞങ്ങൾ തുടങ്ങി. അവൾക്ക് എപ്പോൾ അറിവായി തുടങ്ങിയോ അപ്പം തൊട്ട്. പക്ഷെ എന്നും പറഞ്ഞ് അവളത് അക്സെപ്റ്റ് ചെയ്തു എന്ന് ഞാൻ പറയത്തില്ല. ഈ കഥ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും ഞങ്ങളോട്, ആ ചേച്ചി ആരുടെ ടമ്മിയിലാണ് ഉണ്ടായ? അമ്മയുടെ. അപ്പോൾ സുസാനയോ? അപ്പയുടെ. അപ്പം ഞാനോ? അപ്പം അല്ല. അപ്പോൾ ഇപ്പോൾ ചിലപ്പം പോയി കട്ടിലെല്ലാം കമന്ന് കിടക്കും. അപ്പോൾ അതിന് നമ്മൾ കൂടെ പോയി കിടക്കും. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ തന്നെ ചോദിക്കും, എന്ത് പറ്റി അപ്പം. പക്ഷെ അതാണ് അവളുടെ റിയാലിറ്റി. അപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വന്ന് ചോദിക്കും. ചിലപ്പോൾ ഞങ്ങളോട് ചോദിക്കും, എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കും. പെട്ടെന്ന് ഞങ്ങൾ വല്ലതും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കാറിൽ പെട്ടെന്ന് പുറമേന്ന് ചോദിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ കുട്ടികളെ അവിടെ ഇവിടെയൊക്കെ പേരൻസിനെ കൊണ്ടാക്കാൻ പറ്റും, അത് ശരിയാണോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം അവൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം പേരൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അവർക്ക് ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസ് ഹാൻഡിൽ ചെയ്യാൻ യു ഷുഡ് ബി ട്രെയിൻഡ്. അത്രയേ ഉള്ളൂ, യു ഷുഡ് ബി ട്രെയിൻ. അതിപ്പം സ്വന്തം കുഞ്ഞുങ്ങളെ പോലും നമ്മൾ ആരും ട്രെയിൻഡ് അല്ല, നമ്മൾ തോന്നിയ പോലൊക്കെ അങ്ങ് വളർത്തുക. എസ്പെഷ്യലി പേരന്റിംഗ് എന്ന് പറയുന്നൊരു കാര്യം ട്രെയിനിങ് കിട്ടിയിട്ടല്ലല്ലോ ആരും കുഞ്ഞുങ്ങളെ നോക്കുന്നത്, ഇഷ്ടമുള്ള പോലെയാണ് വളർത്തുന്നത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് സ്കില്ല് വേണം. ഞാൻ പറയുന്നത് പാരൻറ്റിങ്ങിനും സ്കില്ല് വേണം. അപ്പം ഞങ്ങൾ പാരൻറ്റിങ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അപ്പം അതിൽ നമ്മൾ പാരൻറ്റിങ് ആയിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സ്മോൾ പോർഷനാണ്, സ്പെഷ്യൽ പോർഷനാണ് കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു പാരൻറ്റിങ്, അഡോപ്റ്റഡ് കുട്ടികളെ പാരൻറ്റ് ചെയ്ത്. ഓക്കെ, അങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യാറുണ്ട്. മീൻസ് ഇൻഫോർമലായിട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് കൗൺസിലിംഗ്? ഒത്തിരി കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ്, അതുപോലെ പാരൻറ്റിങ്ങിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, മാരേജ് ആൻഡ് പാരൻറ്റിങ് ചെയ്യാറുണ്ട്. പിന്നെ പ്രീ സ്കൂളിങ്ങിനെ പറ്റിയുള്ളൊരു പുതിയൊരു ട്രെയിനിങ്, അതിനെപ്പറ്റി അത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊരു പ്രീ സ്കൂൾ റൺ ചെയ്തു. എനിക്ക് കുട്ടികളെന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ സ്കൂൾ റൺ ചെയ്തു. ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടെ ഹെൽപ്പ് ചെയ്തു. ഒരു NGOയിൽ ഞങ്ങളൊരു 5-8 വർഷം പുള്ളി ഒരു സ്കൂൾ റൺ ചെയ്തു. അതിൻ്റെ ഞാൻ കുറച്ച് നാൾ അതിൻ്റെ ഭാഗമായിട്ട്, അത് നഴ്സറി തൊട്ട് 10th വരെയുള്ളൊരു സ്കൂൾ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് മേൽത്തോണ്ടം കുറച്ച് നാളത്തേക്ക് ഞാനായിരുന്നു. അതിനുശേഷം സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു പ്രീ സ്കൂൾ ബാംഗ്ലൂരിൽ കോത്തന്നൂരിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനവിടെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാറുണ്ട്, പേരൻസിന് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ബിക്കോസ് ഞങ്ങൾ ഈ അഡോപ്ഷൻ ചെയ്യുമ്പോൾ ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു 8-10 സർട്ടിഫിക്കേഷൻസും കൂടെ എടുത്തു. അതായത് ബിക്കോസ് സ്പെഷ്യൽ നീഡ്സ് കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ വെറുതെ അവരെ വഴക്ക് പറയുക, നമ്മളും ഫ്രസ്ട്രേറ്റഡ്, അതിനെക്കാട്ടിലും നല്ല അതിന് സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ കുട്ടികളെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പേരൻറ്റിങ്ങിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ചിൽഡ്രൻ ഹു കം ഫ്രം ട്രോമ, അങ്ങനെയുള്ള കുട്ടികൾക്ക്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ മാത്രമല്ല, അഡൾട്ട്സിനെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ട്രോമ എന്ന് പറയുന്നത് ഒരാൾ ഒരുപാട് സഫർ ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടത്, അപ്പോൾ ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ്, ജെൻറ്റിൽനെസ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഫോർ എക്സാമ്പിൾ കുട്ടികളെ, ഇപ്പോൾ അത് സ്പെഷ്യൽ നീഡ്സ് വല്ല അഡോപ്ഷനുള്ള കമേഴ്ഷ്യലായിട്ട് തന്നെയുള്ളൊരു പ്രീ സ്കൂളാണ്. പക്ഷെ അവിടെ കുട്ടികളിൽ നമ്മൾ ഒരിക്കലും ടീച്ചേഴ്സ് വോയിസ് റേസ് ചെയ്യില്ല. ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്ന വേറൊരു ടോട്ടൽ ഡിഫറെൻറ്റ് രീതിയിലാണ്. അപ്പം ഒരു രീതിയിലും അവരെ അപ്സെറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ റൂൾസ് സ്ട്രക്ചർ. പക്ഷെ അവരുടെ സ്കിൽസ് അത് ഡെവലപ്പ് ചെയ്തെടുക്കും. ദാറ്റ് വിൽ ബി ഡെവലപ്പ്. ഇപ്പം പേരൻസ് എന്താ പറയുന്നത്, ഇപ്പം നമ്മുടെ പേരൻസ് ഇതൊന്നും ഇല്ലാതെ കുട്ടി ഇപ്പം വീട്ടിൽ നന്നായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. മുമ്പ് അങ്ങനെ ഇച്ചിരി വാശിയൊക്കെ ഇപ്പം അവർ ഓക്കെ ആയി. അത് സ്കൂൾസിൽ നമ്മൾ ട്രെയിൻ ചെയ്തു. പക്ഷേ സ്കൂളിൽ ട്രെയിൻ ചെയ്യുന്നത് അടിയും പിച്ചും അങ്ങനെ കൊടുത്തിട്ടൊന്നുമല്ല, വളരെ ആ ഒരു സ്കിൽസ് വെച്ചിട്ടാണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്സും. പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ബിക്കോസ് ഓൾ ഓഫ് us ആർ ട്രെയിൻഡ്. ഞാൻ ട്രെയിൻ ചെയ്ത ആൾക്കാരെയാണ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഞാനൊരു ഡിപ്ലോമ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ആ സ്കിൽസ് ഉണ്ട്. അത് ഈ സ്പെഷ്യൽ നീഡുള്ള ആളുകളല്ല, അല്ലാത്ത പേരൻസിനും അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ സ്കൂളിൽ സ്പെഷ്യൽ നീഡ്സ് അല്ല, ബട്ട്
പക്ഷെ ഞാൻ ട്രെയിൻ ചെയ്യുന്ന ടീച്ചേഴ്സ് ആർ ട്രെയിൻഡ് ടു ഹാൻഡിൽ എവറിത്തിങ്. യാ. സോ അത് ഇപ്പം സ്പെഷ്യൽ നീഡ്സിൻ്റെ കുട്ടിക്കുള്ള നമ്മൾ ടീച്ചറായിട്ട് കൊടുക്കുന്ന കെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് കരുതൽ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ടു ബി ഓൺ ദിയർ ലെവൽ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദിയർ ചാലഞ്ചസ് ആൻഡ് അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് അവരെ അക്സെപ്റ്റ് ചെയ്യും. ഓവർകം ചെയ്തില്ലെങ്കിലും അവരെ അക്സെപ്റ്റ് ചെയ്തൊരു ക്ലാസ്സിൻ്റെ അംഗമായിട്ട് അവർക്ക് കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റീസ്. അതിപ്പം സ്പെഷ്യൽ നീഡ്സ് ആവണമെന്നില്ല. ഇന്നിപ്പം ഉറക്കം തെളിയാതെ എന്നൊരു കുട്ടി ക്രാങ്കി ആയിട്ടിരിക്കുന്നു, ആ കുട്ടിക്ക് ആ ആക്ടിവിറ്റി ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അതിനെ വഴക്ക് പറയുന്നതിന് പകരം അതിന് പകരമായിട്ട് എന്തെങ്കിലും കുട്ടിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അപ്പോൾ that child will be happy and will do that. That's really great. കാരണം പലപ്പോഴും പല പേരൻസും പറയുന്നത് അവരുടെ സ്കൂളിൽ നിന്ന് അവർക്കുള്ള ഫ്രസ്ട്രേഷൻസ് കാരണം പല കേസസും ഭയങ്കര ട്രോമാറ്റിക് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സ്റ്റോറി നമ്മൾ ഒത്തിരി ഒരു ലോങ് സ്റ്റോറിയാണ്, ശരിക്കും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇന്ന് ഫീബ ഓൺലൈനിൽ പ്രത്യേകിച്ച് ഡോക്ടർ ആൻ ജോർജ്, അതുപോലെ ഡോക്ടർ ജോർജ് ചെറിയാൻ ആൻഡ് 3 കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ സ്റ്റോറി ശരിക്കും ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അവരെ അംഗീകരിക്കാനൊക്കെ ഉള്ളൊരു കാര്യമായി തീരട്ടെ. ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക എൻ്റെ മനസ്സിൽ വരുന്നൊരു ഓർമ്മകളുണ്ട്. ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു കഥയാണ്. ഇറ്റ്സ് നോട്ട് എ കഥ, ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. ഒരു ഗൈനക്കോളജിസ്റ്റ് ഞാൻ കേട്ടതാണ്. വെൻ ഷി വാസ് കൺസീവ്, ആഫ്റ്റർ മാരേജ് ഷി വാസ് കൺസീവ്. പുള്ളിക്കാരിക്ക് മനസ്സിലായി ആ കുഞ്ഞൊരു സ്പെഷ്യൽ നീഡുള്ളൊരു കുഞ്ഞാണ് എന്ന് മനസ്സിലായി ഒരു സ്കാനിങ് ഒക്കെ ചെയ്തു. അപ്പോൾ പലരും പറഞ്ഞു വൈ യു വാണ്ട് കണ്ടിന്യൂ ദിസ് പ്രഗ്നൻസി. അവർ പറഞ്ഞൊരു കാര്യം ഇന്ന് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഈ പ്രോഗ്രാമിൽ എനിക്ക് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്, ഷി വാസ് വെരി ഫേമസ് ഇൻ ദാറ്റ് ടൗൺ, പറഞ്ഞു ഈശോ മോളിലിരുന്ന് നോക്കിയപ്പം ഞാൻ ഈ കുഞ്ഞിനെ ഭൂമിയിലേക്ക് അയക്കുമ്പം ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടതെന്ന് ഈശോ ഓർത്തു. അപ്പം ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയും. അപ്പം നന്നായിട്ട് പരിചരിക്കാൻ ഈ ഭൂമിയിൽ എന്നെ മാത്രമേ ഈശോ കണ്ടുള്ളൂ. അപ്പം ഞാനൊരിക്കലും അതിനെ പ്രഗ്നൻസി ആയിട്ട് മുൻപോട്ട് പോകും. അങ്ങനെ തന്നെയായിരുന്നു. ഒരു സ്പെഷ്യൽ നീഡുള്ള കുഞ്ഞുണ്ടായി. പക്ഷേ ആ ഡോക്ടർ അവരുടെ പ്രൊഫഷൻ വിട്ടു, ഒരു കുഞ്ഞിനെ നോക്കി. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും എടുത്ത ആ ഒരു ഡിസിഷൻ, എനിക്കിത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ആയ ഒരു കാര്യം, പെർഫെക്റ്റ് ചൈൽഡിനെ നോക്കുന്ന ആളുകളാണ് സമൂഹത്തിലെല്ലാവരും. പക്ഷേ സ്പെഷ്യൽ നീഡുള്ള 2 കുഞ്ഞുങ്ങളെ അതും 6 മാസത്തിനുള്ളിൽ അഡോപ്റ്റ് ചെയ്തത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെ, ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഈ നവംബർ മാസം 9-ാം തീയതിയാണ് ഇൻ്റർനാഷണൽ അഡോപ്ഷൻ ഡേ. അപ്പോൾ ഈ സമയത്ത് ഒരു പോസിറ്റീവ്, ഒരു സ്നേഹ വീട് അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളാണ് നാം കേട്ടത്. മാം, എന്തെങ്കിലും അവസാനമായിട്ട് ഇന്നത്തെ ഈ ദിവസത്തെ പറ്റി ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാം? അഡോപ്ഷൻ എല്ലാവരുടെ വീട്ടിലും ഒരു കുട്ടിയും കൂടെ ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ എല്ലാവരുടെയും മൈൻഡിൽ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഒരുപാട് പേരുടെ മൈൻഡിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അത് കുറച്ച് കൗൺസിലിംഗ് അല്ലെങ്കിൽ കുറച്ച് എക്സ്പോഷർ കിട്ടിയാൽ ചിലപ്പോൾ പക്ഷേ ചിലപ്പോൾ അഡോപ്ഷൻ ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യുമായിരിക്കും. പ്രത്യേകിച്ചും കുറച്ച് ഓൾഡറായിട്ടുള്ളൊരു കുട്ടി, പക്ഷേ അത് കുറച്ചും കൂടെ കൗൺസിലിംഗ് ആവശ്യമുണ്ട്. ഓൾഡറായിട്ടുള്ളൊരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് മെമ്മറീസ് ഉണ്ട്. പക്ഷേ ആ ഒരു പ്രൊഡക്റ്റ് അതിന് മാർക്കറ്റില്ല. ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, എൻ്റെ ബ്രദറിന് കുട്ടിയുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിന് 4-5 കുട്ടികളുണ്ട്, 3-4 കുട്ടികളുണ്ട്, 4 കുട്ടികൾ. എൻ്റെ ഈ ഹസ്ബൻഡിൻ്റെ ബ്രദറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ആ കുട്ടികളെ വളർത്തിയിട്ടില്ല, ഞങ്ങൾക്ക് പരിചയം അത്രയില്ല. പക്ഷേ ഹസ്ബൻഡ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുട്ടികളെ ആരാണ് വളർത്തുന്നത്? ഞങ്ങളാണ് വളർത്തുന്നത്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു, നമ്മളവരെ വളർത്തുന്നു. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളാണ് ഇവരൊക്കെ. അപ്പം ദൈവം പറയുകയാണ് നിങ്ങൾ വളർത്തുമോ? ഈ കുട്ടിക്ക് ചിലപ്പം സ്വന്തം പേരൻറ്റിനോടുള്ള സ്നേഹം ചിലപ്പോൾ നമ്മളോട് കാണില്ല,
എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ബ്രദർ ഇൻ ലോയോടുള്ള സ്നേഹം ചിലപ്പോൾ ഞങ്ങളോട് കാണില്ല എന്നും പറഞ്ഞ് വളർത്താതിരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ സ്വന്തമായതുകൊണ്ട് നമ്മൾ വളർത്തുന്നു. പക്ഷേ നമ്മുടെ സ്വന്തമല്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ വെറുതെ. പക്ഷെ എന്നും പറഞ്ഞാൽ ഈസി ആണെന്ന് പറയുന്നില്ല. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ വളർത്തിയേ പറ്റത്തുള്ളൂ. നാളെ എൻ്റെ ബ്രദറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ബ്രദറിൻ്റെ മകനെ ഞാൻ വളർത്തിയേ പറ്റുള്ളൂ, വേറെ ആരും ഇല്ല വളർത്താൻ. അപ്പം അന്നേരം ഞാൻ ഇതൊന്നും ചിന്തിക്കുന്നില്ല. എന്നോട് അറ്റാച്ച് ആവുമോ, എന്നെയുമായിട്ട് നാളെ എന്തെങ്കിലും പ്രശ്നമാവുമോ, എനിക്ക് ഫൈനാൻഷ്യലി എങ്ങനെ ഞാൻ മാനേജ് ചെയ്യും എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. മാനേജ് ചെയ്തേ പറ്റത്തുള്ളൂ, പൂർണ്ണ മനസ്സോടെ അതിനെ സ്വീകരിക്കത്തേ ഉള്ളൂ. എന്നിട്ട് ആ ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയുള്ളൂ. ശരിക്കും ഇന്നത്തെ ഫീബ ഓൺലൈൻ നാം കേട്ടത്, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കരങ്ങളായി മാറുന്നു, ദൈവത്തിൻ്റെ മനസ്സുള്ളവരായി മാറുന്നു. നമുക്ക് അതിനുവേണ്ടി ഇത്രത്തോളം ഞങ്ങളോട് സംസാരിച്ച ഡോക്ടർ ആൻ ജോർജിനോടുള്ള പ്രത്യേക നന്ദി ഫീബ ഓൺലൈൻ്റെ പേരിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ഡോക്ടർ ആൻ ജോർജ് നടത്തുന്ന ആ ഒരു പ്രീ സ്കൂളിനെ പറ്റിയും ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഞങ്ങളോട് സംസാരിച്ച ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.